നമസ്കാരം. കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ വെട്ടേറ്റ ഡോക്ടറുടെ തലക്കേറ്റത് ആഴത്തിലുള്ള മുറിവാണെന്ന് ചികിത്സിക്കുന്ന ഡോക്ടർ. നിലവിൽ ന്യൂറോ സർജറി ICUവിൽ നിരീക്ഷണത്തിലാണ് ഇദ്ദേഹം. തലച്ചോറിലേക്ക് പരിക്കില്ലെന്നും തലയോട്ടിയുടെ പിന്നിലായി ചെറിയൊരു പൊട്ടലുണ്ടെന്നും ഡോക്ടർ വിപിനെ പ്രവേശിപ്പിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ റെനൂപ് പറഞ്ഞു. പരിക്കേറ്റ ഡോക്ടർ വിപിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. മുറിവ് ആഴത്തിലുള്ളതിനാൽ ഉള്ളിലേക്ക് അണുബാധയുണ്ടാവാതിരിക്കാൻ കൃത്യമായ നിരീക്ഷണം ഒരുക്കിയിട്ടുണ്ട്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിപിനാണ് ആക്രമിക്കപ്പെട്ടത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുള്ള കുട്ടിയുടെ പിതാവായ സനൂപാണ് ഇയാളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കുട്ടിയെ താമരശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് ആരോപിച്ചാണ് ഇയാൾ ഡോക്ടറെ ആക്രമിച്ചത്. വിപിന്റെ തലയ്ക്കാണ് വെട്ടേറ്റത്. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഒരാൾ വന്ന് ബാഗിൽ നിന്നും വടിവാളെടുത്ത് വെട്ടിയതെന്ന് ഡോക്ടർ വിപിന്റെ കൂടെ കാഷ്വാലിറ്റിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ കിരൺ വ്യക്തമാക്കി. ആക്രമണകാരി രോഗിയെ പോലെയാണ് ആശുപത്രിയിലേക്ക് വന്നത്. ബാഗിനുള്ളിൽ ഉണ്ടായിരുന്ന ആയുധം സെക്യൂരിറ്റി ജീവനക്കാർക്ക് പോലും മനസ്സിലാക്കാനും സാധിച്ചിരുന്നില്ല. വെട്ടേറ്റ ഡോക്ടർ വിപിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. തലയ്ക്ക് വെട്ടേറ്റ ഡോക്ടർ വിപിൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിപിന്റെ ആരോഗ്യനില ഗുരുതരമല്ല എന്നും തൃപ്തികരമാണെന്നും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെത്തിയ DMO ഡോക്ടർ K രാജറാം പറഞ്ഞു. അന്വേഷണത്തിന്റെ ഭാഗമായാണ് താമരശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചതെന്നും അന്വേഷണം നടത്തിയ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറുമെന്നും DMO അറിയിച്ചു. DMOയ്ക്കൊപ്പം അഡീഷണൽ DMOയും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിയിരുന്നു. തലയോട്ടിക്ക് പൊട്ടലുള്ള വിപിന് തലയോട്ടിക്ക് മൈനർ സർജറി വേണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അണുബാധ ഉണ്ടാവാതിരിക്കാനാണ് ഡോക്ടറെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുന്നത്. ഡോക്ടർ വിപിനെ ന്യൂറോ സർജറി ICUവിലേക്ക് മാറ്റിയിട്ടുണ്ട്. രക്തസമ്മർദ്ദം ഉൾപ്പെടെ എല്ലാം സാധാരണ നിലയിലാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. അതേസമയം സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി സനൂപിനെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. വധശ്രമത്തിന് പുറമെ അതിക്രമിച്ചു കയറി ആക്രമിക്കുക, ആയുധം ഉപയോഗിച്ച് മർദ്ദിക്കുക എന്നീ വകുപ്പുകളും ആശുപത്രി സംരക്ഷണ നിയമത്തിലെ 3, 4 വകുപ്പുകളും ചുമത്തി. അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ട് മരിച്ച 9 വയസ്സുകാരുടെ പിതാവ് സനൂപാണ് ഡോക്ടറെ വെട്ടിയത്. കുടുംബത്തിന് നീതി ലഭിച്ചില്ലെന്ന് ഇയാൾ ആരോപിച്ചിരുന്നു. മകളെ കൊന്നില്ലേ എന്ന് ആക്രോശിച്ചായിരുന്നു ആക്രമണം. 2 മക്കളുമായാണ് ആക്രമി ആശുപത്രിയിലെത്തിയത്. സൂപ്രണ്ടിനെ ലക്ഷ്യം വെച്ചാണ് സനൂപ് എത്തിയത്. 2 കുട്ടികളെ പുറത്തു നിർത്തിയാണ് സൂപ്രണ്ടിന്റെ റൂമിലെത്തിയത്. ആ സമയം സൂപ്രണ്ട് മുറിയിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഡോക്ടർ വിപിനെ വെട്ടുകയായിരുന്നു. സനൂപിന്റെ മകൾ മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് മരിച്ചത്. പനി ബാധിച്ച കുട്ടിയുമായി പിതാവ് ആദ്യം എത്തിയത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു. എന്തായാലും ഡോക്ടർമാരുടെ സംഘടന അടക്കം പണിമുടക്കിലേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത്. നാളെ കോഴിക്കോടുള്ള ഡോക്ടർമാരെല്ലാം പണിമുടക്കും എന്നതാണ് അറിയാനും സാധിച്ചത്. എന്തായാലും ശക്തമായ നിയമ നടപടിയിലേക്ക് പോകുമെന്ന് ആരോഗ്യ മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഡോക്ടർക്കുണ്ടായ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്തും വരുന്നുണ്ട്. എന്തായാലും മിന്നൽ പണിമുടക്കുമായി എത്തിയിരിക്കുകയാണ് ഡോക്ടർമാരുടെ സംഘം. അവർ മാർച്ച് അടക്കം നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കുഞ്ഞിന്റെ മരണകാരണം എന്താണെന്ന് ആശുപത്രി അധികൃതർ ആക്കിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഡോക്ടറെ ആക്രമിച്ചത്.